സജ്ജനങ്ങളെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭവനത്തിൽ വന്നു കൂടുന്ന പണം നഷ്ടപ്പെടാതെ പുതിയ പുതിയ മാർഗങ്ങളിലൂടെ നമുക്ക് വീണ്ടും വീണ്ടും സമ്പാദിക്കാവുന്ന ഒരു ചെറിയ കർമ്മ ആണ് ഈ കാണിക്കുന്നത്. ഒരു പീഠ എടുത്ത് വെച്ചിട്ട് അതിനൊരു മഞ്ഞ പട്ട് വിരിക്കുക. ഒരു ഗ്ലാസിൻ്റെ ജാറ് കൊണ്ടുവന്ന് വയ്ക്കുക. ഗ്ലാസിൻ്റെ ജാറ് തന്നെ വേണം, നല്ല വൃത്തിയുള്ളത്. അതിനകത്ത് കുറച്ച് നാണയങ്ങൾ കൊണ്ടുവന്നിടുക. കുറച്ച് നോട്ടോ നമ്മുടെ കയ്യിലുള്ളത് എത്രയായാലും കുഴപ്പമില്ല, കുറച്ചെങ്കിൽ കുറച്ച് അതിനകത്ത് കൊണ്ടുവന്ന് സ്വരൂപിച്ച് വയ്ക്കുക. അതിനകത്ത് കൃത്യമായിട്ട് വയ്ക്കുക. എന്നിട്ട് ഒരു കറുവപ്പട്ട, 5 ഏലക്ക, 5 ഗ്രാമ്പു, കുറച്ച് പച്ചക്കർപ്പൂരം അതിനകത്ത് നിക്ഷേപിക്കുക. ദേവിയോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. അതിൽ ശുക്രൻ ഇതിനകത്തേക്ക് ആകൃഷ്ടനായിട്ട്, ദേവിയും അതുപോലെ തന്നെ ലക്ഷ്മി ദേവി ആകൃഷ്ടയായിട്ട് വന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമ്പൽ സമൃദ്ധിയും അതുപോലെ പണം നഷ്ടപ്പെട്ടു പോകാതെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ കൂടുതൽ സമ്പാദ്യം വരാനുള്ള ഒരു മാർഗ്ഗമാണ്. അപ്പോൾ നമുക്ക് പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറി, അല്ലെങ്കിൽ ബ്യൂറോയിൽ എവിടെയെങ്കിലും സൂക്ഷിച്ച് വയ്ക്കുക. ഈ കർമ്മം നിങ്ങൾ ചെയ്തോളൂ. ഈ ചിങ്ങമാസം പുറക്കുന്ന സമയം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ സമ്പൽ സമൃദ്ധമായ അബണ്ടൻസ് വന്നു ചേരും. അപ്പോൾ ഓരോരുത്തരും ഈ കർമ്മം കൃത്യമായിട്ട് ചെയ്യുക. ദേവിയോട് വളരെ നിഷ്ഠയോടുകൂടി പ്രാർത്ഥിക്കുക. എൻ്റെ കർമ്മ ദോഷങ്ങളൊക്കെ മാറ്റി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ദേവി നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കനിഞ്ഞരുളും. ശുക്രൻ അതിനകത്തേക്ക് ആകർഷിക്കപ്പെടും. ദേവി അതിനകത്തേക്ക് ആകർഷിക്കപ്പെടും. നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാകും. നല്ലൊരു നാളെ ആശംസിക്കുന്നു.